നല്ല ചൂടൻ അരിയിൽ നെയ്യിന്റെ മായാജാലം, കഴിക്കാൻ കറി പോലും വേണ്ട, ഒരു അടിപൊളി റിച്ച് ആയിട്ടുള്ള ഗീ റൈസ് ചെയ്ത് നോക്കിയാലോ. 2 കപ്പ് റൈസാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 3-4 തവണ വാഷ് ചെയ്താൽ മാത്രം ഇങ്ങനെ തെളിഞ്ഞ വെള്ളത്തിലാക്കി നമുക്ക് റൈസ് കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വാഷ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ 15 മിനിറ്റോളം വെള്ളത്തിലിട്ട് നല്ല വൃത്തിയായിട്ട് തെളിഞ്ഞ് വെള്ളം ആവുന്നവരെ നമ്മൾ വാഷ് ചെയ്തു. ഞാൻ ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ അന്വേഷണം ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യിന്റെ പ്രത്യേകത ഡെസി പശുവും പാലിൽ നിന്നുള്ള തൈരിൽ നിന്നുണ്ടാക്കിയ നെയ്യാണ്. ഇത് ക്രീമിൽ നിന്നല്ല. 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതിലേക്ക് ഹോൾ ഗരം മസാല, കാഷ്നട്ടും കിസ്മിസും ഒന്ന് കളർ മാറി വരുമ്പോൾ ഒനിയൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് സോട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ക്യാരറ്റ്, പച്ചമുളക് ഒന്ന് സോട്ട് ചെയ്യുക. ഒരുപാട് ബ്രൗൺ കളർ ആക്കുന്നില്ല. നമ്മൾ കുറച്ച് സോട്ട് ചെയ്ത് അത് വെള്ളത്തിൽ പൊന്തി കിടക്കുകയും ചെയ്യും, ഒരു മധുരത്തിന്റെ ഫ്ലേവർ വരികയും ചെയ്യും. എല്ലാം സോട്ടായിട്ട് വന്നു. അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതിങ്ങനെ 2 കപ്പ് റൈസ് ആണ് എടുത്തത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ 3 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ വെള്ളം കുറച്ചിട്ട് ഒരു ഇത്തിരി പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈസ് കുറേയും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഒനിയന്റെ കൂടെ വേണമെങ്കിൽ വന്നിട്ട് സോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ വെള്ളത്തിന്റെ ഒപ്പമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നു. ഇപ്പൊ സമയത്ത് നമ്മൾ ഒന്നുകൂടി ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. റൈസ് കൂടുതൽ സമയം വെള്ളത്തിലിട്ടാൽ ആ റൈസിലേക്ക് വെള്ളം കുടിക്കും. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണം. ഇത് തിളച്ച് നല്ലോണം വറ്റാറായി. അപ്പൊ റൈസ് നമുക്ക് ശരിക്കും മുകളിലേക്ക് കാണാം. ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് അല്പം മല്ലിയിലയും അല്പം കൂടി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയാണ്. എയർ ഒട്ടും പുറത്തു പോവാതെ ഒരു അരമണിക്കൂറോളം നമ്മൾ ഇങ്ങനെ ദം ചെയ്ത് വെക്കുകയാണ്. നമുക്ക് നമ്മുടെ ഗീ റൈസ് ദം ആവുന്ന ടൈം കൊണ്ട് ഈ നെയ്യിന്റെ പ്യൂരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ കയ്യിലെടുത്ത് അതിനൊരു ഗ്രെയിൻ ടെസ്റ്റർ ആണ് നോക്കേണ്ടത്. അത് തരിതരിപ്പ് ഉണ്ടാവും. പിന്നെ അതിന്റെ ഒരു ഫ്ലേവർ, നല്ല നെയ്യിന്റെ ഒരു ഫ്ലേവർ ഇതിനുണ്ടാവും. അതുകൂടാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ തൊണ്ടയിൽ എങ്ങനെ ടച്ച് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ നമുക്ക് പ്യൂരിറ്റിയോട് കൂടി നെയ്യ് തിരഞ്ഞെടുക്കാം. ഒതന്റിക് ഫുഡിനോട് പാഷനേറ്റ് ആയിട്ടുള്ള IITians ഒരു ടീം നിർമ്മിച്ചാണ് അന്വേഷൺ ഗീ. ക്വാളിറ്റിക്കായി 17ഓളം ലാബ് ടെസ്റ്റുകൾ പാസ്സായി ആമസോണിൽ ടോപ്പ് റേറ്റിൽ നിൽക്കുന്ന ഗീ ആണ് അന്വേഷൺ ഗീ. അപ്പൊ നമ്മുടെ ഗീ റൈസ് നല്ല ഭംഗിയിൽ സെപ്പറേറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗാർണിഷിനായിട്ട് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്ത്, ഫ്രൈഡ് ഒനിയൻ, കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗീ റൈസ് റെഡി ആയി കഴിഞ്ഞു. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉപയോഗിച്ച് അന്വേഷൺ ഗീ വാങ്ങാവുന്നതാണ്.